Hi, ഞാൻ നിങ്ങൾക്ക് introduce ചെയ്യാൻ പോകുന്നത് Amazon's Fire TV devices ആണ്. It's a streaming media player. നമുക്ക് ഒരു നോർമൽ ടിവിനെ എങ്ങനെ സ്മാർട്ട് ടി വി ആക്കാൻ എന്നുള്ളതും സ്മാർട്ട് ടി വിനെ എങ്ങനെ സ്മാർട്ടസ്റ്റ് ടി വി ആക്കാം എന്നുള്ളതും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് ടി വിനെ എങ്ങനെ സ്മാർട്ടസ്റ്റ് ടി വി ആക്കുക എന്നുള്ളത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കിതിപ്പോൾ നോർമൽ ടി വിനെ സ്മാർട്ട് ടി വി ആക്കാൻ ഉദ്ദേശിച്ച് നമുക്കിതിനകത്ത് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വോയിസ് സെർച്ച് ത്രൂ നമുക്ക് നമ്മുടെ ടി വിയിൽ ഓൾറെഡി പ്ലാറ്റ്ഫോംസ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് അല്ലെങ്കിൽ പ്രൈം ഇതെല്ലാം നമുക്ക് ഹോം സ്ക്രീനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അലക്സ എന്ന് പറഞ്ഞ വേക്കപ്പ് വേർഡ് യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് യൂട്യൂബിനകത്ത് ഒരു ഷാരൂഖ് ഖാൻ്റെ ഒരു സോങ് പ്ലേ ചെയ്യണം. നമുക്ക് നോർമൽ ടി വിയിലാണെന്നുണ്ടെങ്കിൽ അതോ സ്മാർട്ട് ടി വിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ചെന്നിട്ട് വേണം സെർച്ച് ചെയ്യാനായിട്ട്. നമ്മുടെ ഡിവൈസ് ആകുമ്പോഴത്തേക്കും നമുക്ക് അലക്സ വെച്ചിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് തന്നെ അലക്സ ഓപ്പൺ യൂട്യൂബ് ഷാരൂഖ് ഖാൻ സോങ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഷാരൂഖ് ഖാൻ സോങ് പ്ലേ ചെയ്യാം. അതാണ് നമ്മുടെ ഡിവൈസിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്നാണ് വോയിസ് സെർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡിവൈസിന് പറയാനാണ് പാരലൽ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ. പാരലൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ഡിവൈസ് അല്ലെങ്കിൽ പ്രൈമിലും നമ്മുടെ ഡിവൈസസിലുമാണ് പാരലൽ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ. അതായത് പ്രൈമിലും നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിലെല്ലാത്തിലും പ്ലാറ്റ്ഫോമിലും എല്ലാത്തിലും നമുക്ക് അഡൽട്ട് ആയിട്ടുള്ള വീഡിയോസ് മീൻസ് 18+ വീഡിയോസ് ഒരുമിച്ചടങ്ങ് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടി വി എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി അവർ അങ്ങനത്തെ വീഡിയോസ് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് പാരലൽ കൺട്രോൾ യൂസ് ചെയ്ത് നമ്മുടെ ഡിവൈസസ് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. സോ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ വീഡിയോസ് അവർ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് പാരലൽ കൺട്രോൾ ലോക്ക് കാണിക്കും. സോ നമ്മൾ ആ ലോക്ക് ഇത് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്കത് ആക്സസ് ചെയ്യാൻ പറ്റൂ. സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമ്മുടെ ഡിവൈസിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറയാനായിട്ടാണ് സ്കിൽസ്, അതായത് കുട്ടികൾക്ക് വേണ്ട സ്കിൽസ്, പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ്, ന്യൂസ്, റിലീജിയൻ, അങ്ങനെ കുറേ നമുക്ക് ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2000+ ഓഫ് ആപ്സ്, നമുക്ക് ഏത് കാറ്റഗറിയാണ് വേണ്ടത് അതിന് വേണ്ടിയുള്ള ആപ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബ്രൗസിങ് ഓപ്ഷൻസ്, നമുക്ക് ഒരു ബ്രൗസ് ചെയ്യാൻ തുടങ്ങി നമുക്ക് നോർമലി നമ്മുടെ ഫോണിനകത്ത് ബ്രൗസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്മാർട്ട് ടി വിനെ സ്മാർട്ടസ്റ്റ് ആക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഒരു സ്മാർട്ട് ടി വി ഓർ ആൻഡ്രോയിഡ് ടി വി യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ പോലെ തന്നെയാണ് നമ്മുടെ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഫോണിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് അതിനകത്ത് റാമും പ്രൊസസ്സറും എവിടെയാണ് ഇരിക്കുന്നത് അത് കൂടുതൽ റണ്ണാവും, അതനുസരിച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് വരും. സെയിം തന്നെയാണ് നമ്മുടെ ടി വിയിലും വരുന്നത്. റാമും പ്രൊസസ്സറും ഇരിക്കുന്ന എവിടെയാണോ ഹീറ്റ് വരുന്നത് ബാക്കി എല്ലായിടത്തും അതിൻ്റെ റിഫ്ലക്ഷനാണ്. നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡിവൈസാണ് വർക്ക് ചെയ്യുന്നത്. ടി വി ജസ്റ്റ് ഒരു മോണിറ്റർ പോലെയാണ്. സോ നമ്മുടെ സ്മാർട്ട് ടി വി, അതായത് സ്മാർട്ട് ടി വി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് 40,000-40,000 രൂപ കൊടുത്ത് ടി വി മേടിക്കുന്ന ഒരാൾക്ക് 3,400 rupees തൊട്ട് നമുക്ക് 6,000 rupees വരുന്ന നമ്മുടെ പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ തുടങ്ങി നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഫോണിനകത്ത് ഒരു പൗച്ചോ സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയാണ് അവർക്ക് നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡിവൈസിൽ വരുമ്പോൾ 2 മോഡൽസിനകത്ത് 1.5 GB റാം വരുന്നുണ്ട്, 4K വരുന്നത് 2 GB റാം വരുന്നുണ്ട്. അതേപോലെ തന്നെ 1.7 GHz മീഡിയാടെക് പ്രോസസ്സറാണ് നമ്മുടെ ഡിവൈസിനകത്ത് വരുന്നത്. സോ അവർക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രീമിങ് കാര്യങ്ങൾ അത്ര സ്പീഡായിരിക്കും വരുന്നത്. ഹാങ്ങിങ് ഇഷ്യൂസും കാര്യങ്ങളും വരില്ല. കാരണം എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് ടി വിയുടെ അകത്തോ സ്മാർട്ട് ടി വിയുടെ അകത്തോ ഓട്ടോമാറ്റിക്കലി അപ്ഡേഷൻസ് വരുന്നതനുസരിച്ചോ അതല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നതനുസരിച്ചോ ഓട്ടോമാറ്റിക്കലി ഹാങ്ങിങ് ഇഷ്യൂസ് വരും. ഹാങ്ങിങ് ഇഷ്യൂസ് വരാതെ ചങ്ക് ഫയൽസും റാർ ഫയൽസും വന്ന് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാങ്ങിങ് ഇഷ്യൂസ് വരും. സോ നമ്മുടെ ഡിവൈസിനകത്ത് മന്ത്ലി 2 അപ്ഡേഷൻസ് വരും. ഈ അപ്ഡേഷൻസ് വരുന്നതനുസരിച്ച് നമ്മുടെ ഡിവൈസിൽ നിന്ന് ജങ്ക് ഫയൽസ്, റാർ ഫയൽസ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. സോ നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്ക് ലൈഫ് ലോങ് അപ്ഡേഷൻ ഫ്രീ ആണ്. പിന്നെ അതേപോലെ തന്നെ ഹാങ്ങിങ് ഇഷ്യൂസോ ബഫറിങ്ങോ ഒന്നും ഉണ്ടാവില്ല. സ്പീഡായിട്ട് തന്നെ നമ്മുടെ ഡിവൈസസ് എപ്പോഴും വർക്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഡിവൈസസ് ഡാറ്റ മോണിറ്ററിംഗ് എന്ന ഓപ്ഷനാണ്. ഡാറ്റ മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസിനകത്ത് ഒരു ദിവസം നമ്മൾ എത്ര ഡാറ്റ യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് വരുമ്പോൾ അതിന് മേളിലേക്ക് വരാം ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. കാരണം നമ്മുടെ എല്ലാവർക്കും അൺലിമിറ്റഡ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ പെർ ഡേ വരുന്നത് ഇത്ര GB ആയിരിക്കും. സോ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇതിൽ ഡാറ്റ മോണിറ്ററിംഗ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു ബെനിഫിറ്റാണ് നമുക്ക് പറയുന്നത് നമ്മുടെ ഡിവൈസസ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യുന്ന യൂസേജ്. അതായത് ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ഇത് ടി വിയുടെ HDMI പോർട്ടിലേക്ക് നമ്മുടെ ഡിവൈസ് പ്ലഗ് ചെയ്യുക, പവർ ഉണ്ട് ഇതിലേക്ക് പവർ കണക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ടി വി HDMI പോർട്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ജസ്റ്റ് വൈഫൈ കണക്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് നമുക്ക് ആമസോൺ ഐ ഡി പാസ്വേഡ് കൊടുക്കുക, സ്കിപ്പ് ചെയ്ത് പോകുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഡിവൈസ്. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് വേണോ അത് നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് വരുമ്പോൾ 1 year റീപ്ലേസ്മെൻ്റ് ആണ് വരുന്നത്. നമുക്ക് സ്റ്റിക്കിനകത്ത് 3 കാറ്റഗറീസ് ആണ് വരുന്നത്: ലൈറ്റ്, 3rd gen, 4K. ലൈറ്റ് വരുമ്പോഴത്തേക്കും സ്റ്റാർട്ടിംഗ് മോഡലാണ്.
3499 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ വരുന്നത് തേർഡ് ജെനും ഇതും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്, തേർഡ് ജെൻ നമുക്ക് ടി വി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ലൈറ്റ് നമുക്ക് ടി വി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ടി വി യൂസ് ചെയ്യുന്നതാണ്, ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ടി വിയുടെ റിമോട്ടും ലൈറ്റിൻ്റെ റിമോട്ടും, അതായത് നമ്മുടെ ഡിവൈസിൻ്റെ റിമോട്ടും ഒരുമിച്ച് കയ്യിൽ ഹോൾഡ് ചെയ്യണം. നമ്മുടെ തേർഡ് ജെൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ടി വിയുടെ റിമോട്ട് നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മുടെ ഡിവൈസിന് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ടി വി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് 4K വരുമ്പോഴത്തേക്കും 4K റെസൊല്യൂഷൻ ടി വിയിലാണ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെനിഫിറ്റ്, കാരണം അവനെ സംബന്ധിച്ച് 4K റെസൊല്യൂഷൻ ഇത് കിട്ടും. പിന്നെ നമ്മുടെ ഡിവൈസ് നമുക്ക് ഒരു മോണിറ്ററിലോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊജക്ടറിലോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 1 year റീപ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ഡിവൈസിന് വരുന്നത്. ഓക്കെ, താങ്ക് യു. ഹാപ്പി സെല്ലിംഗ്.